നമുക്കൊരു ഈവനിങ് സ്നാക്ക് ആയാലോ? ഒരു ബ്രെഡ് ബോൾ ഉണ്ടാക്കാം. ഈ സ്നാക്സിന്റെ പിറകിലൊന്നും എൻ്റെ കൈകളല്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെ റെസിപ്പികളാണ്. ഞാനത് നിങ്ങളോട് പറയാത്തതിൽ അവൾക്കൊരു പരാതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മുൻകൂട്ടി പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് റെസിപ്പിയിലോട്ട് കിടക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ ഇതൊക്കെ ചേർത്ത് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കൊരു ബൗളിൽ മുട്ട, പാല്, പെപ്പർ പൗഡർ, ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബോയിൽ ചെയ്ത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് മിക്സ് ചെയ്ത മുട്ടയിലേക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് പാനിന്റെ ചുറ്റും ഈ ബ്രെഡ് സെറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ സ്പേസ് ഒന്നും ഇല്ലാതെ വേണം ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ. ഇനി ഇതിന്റെ മേലെ നമുക്ക് മസാല ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മുട്ടയും കൂടി വെച്ച് കൊടുക്കണം. മസാലയും എഗ്ഗും ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ബ്രെഡ് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ലെയർ ആക്കി കൊടുക്കണം. അതായത് സ്പേസ് ഒന്നും ഇല്ലാതെ വേണം ഇതും ചെയ്തെടുക്കാൻ. ഈ സെറ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം എത്ര കുറച്ച് വെച്ചാലും കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് അടിയിലൊരു പാത്രം വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. സംഭവം കുക്കായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു പാനിലേക്ക് തട്ടാനുള്ള പരിപാടിയാണ് ഇവിടെ. കാരണം നമുക്ക് ഇതിന്റെ മേൽഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കാം. സംഭവം ഇത് മൊത്തം കൊളായി പോയിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊന്നല്ല വേണ്ടത്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. വെറും ഓവർ കോൺഫിഡൻസ് അല്ലാതെ ഇപ്പം എന്ത് പറയാനാ. അങ്ങനെ ഇത് എന്തൊക്കെയോ ചെയ്തൊന്ന് സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഒന്നും നടക്കുന്നില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമുക്കിത് ഇങ്ങനെ തിന്നാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാല ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ആ ഒരു മസാല റെസിപ്പി മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി.